ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റാണ്. ടെൻഡർ ടച്ച്, മൃദുവായ സ്പർശം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിത്രം നോക്കൂ കൂട്ടുകാരെ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു കുട്ടിയെ മറ്റൊരു കുട്ടി ആശ്വസിപ്പിക്കുകയാണല്ലേ. ചിത്രത്തിന് താഴെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹേർട്സ് ടു ലവ്. ആരാണ് പറഞ്ഞത്? മദർ തെരേസ. മദർ തെരേസ എന്താണ് ഉദ്ദേശിക്കുന്നത്? സേവനത്തിന് നിങ്ങളുടെ കൈകളും സ്നേഹിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളും നൽകുക. മദർ തെരേസ പറഞ്ഞ വാക്യത്തിലെ ന്യൂ വേർഡ്സ് ഏതൊക്കെയെന്ന് നോക്കൂ. സെർവ്, സേവിക്കുക. സേവിക്കുക എന്ന് പറഞ്ഞാൽ സഹായിക്കുക. ഹാൻഡ്, കൈ. ഹേർട്ട്, ഹൃദയം. ലവ്, സ്നേഹം. അടുത്ത പേജ് നോക്കൂ. കർട്ടൻ റൈസർ. കൂട്ടുകാരെ, ഈ പേജിൽ എത്ര ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്? 2 ആണല്ലേ. എന്തൊക്കെയാണവ? നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ ഒരു പെൺകുട്ടി പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. രണ്ടാമത്തേതിലോ കൂട്ടുകാരന്റെ ദേഹത്ത് ചെളി തെറിപ്പിക്കുന്നു. കമ്പയർ ദ അബോവ് പിക്ചേഴ്സ്. വാട്ട് ആർ യുവർ കമൻസ്? കൂട്ടുകാരെ, ഈ 2 ചിത്രങ്ങളും താരതമ്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എഴുതൂ. ഞാൻ എഴുതിയത് നോക്കൂ. ആദ്യത്തെ ചിത്രം നോക്കൂ. എന്താണ്? ദ ഗേൾ ഈസ് ഫീഡിങ് ദ ബേർഡ്സ്. പെൺകുട്ടി പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നു. ഇതൊരു നല്ല ശീലമാണോ? അതെ, ഗുഡ് ഹാബിറ്റ്. അടുത്തത് നോക്കൂ. എന്താണ്? ത്രോയിങ് മഡ് ഓൺ എ ഫ്രണ്ട്സ് ബോഡി. കൂട്ടുകാരൻ്റെ ദേഹത്ത് ചെളി തെറിപ്പിക്കുന്നു. ഇതൊരു നല്ല ശീലമാണോ? അല്ല, ബാഡ് ഹാബിറ്റ്. ഇനി നമുക്ക് പാഠം നോക്കിയാലോ. എ സണ്ണി മോർണിംഗ്. നല്ല വെയിലുള്ള പ്രഭാതം. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. പ്രഭാത സൂര്യൻ ജനലിലൂടെ നോക്കി. നേരം വെളുത്തു അല്ലേ. സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. മദർ കാൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അമ്മ സാഷയെ മൃദുവായ സ്വരത്തിൽ വിളിക്കുകയാണല്ലേ. എന്താണ്? സാഷ, സാഷ, സമയം വൈകുന്നു. ഷീ വാസ് ഹാഫ് അസ്ലീപ്. അവൾ പാതി ഉറക്കത്തിലായിരുന്നു. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ് എ ലിറ്റിൽ ലോങ്ങർ. സാഷ എന്താണ് പറഞ്ഞത്? ഓ അമ്മേ, ഞാൻ കിടക്കട്ടെ കുറച്ചുകൂടി. നോ ഡിയർ, ഇറ്റ്സ് ആൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. അമ്മ വന്ന് അവളെ മൃദുവായി തലോടിക്കൊണ്ട് പറഞ്ഞു, പറ്റില്ല, ഇപ്പോൾ തന്നെ വൈകി. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിംഗ് ഹെർ ഐസ്. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് സാഷ കട്ടിലിൽ നിന്ന് എണീറ്റു. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത്. എന്താണ് ആ മണം? മനോഹരം. അവൾ ദീർഘശ്വാസമെടുത്തു. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹെർ. എന്നിട്ടോ അവൾ അടുക്കളയിലേക്ക് കുതിച്ചു. അമ്മ പിന്നാലെ പോയി. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. പീപ്ഡ്, എത്തി നോക്കി. വിൻഡോ, ജനൽ. സോഫ്റ്റ് വോയിസ്, മൃദുവായ സ്വരം. ഹാഫ് അസ്ലീപ്, പകുതി ഉറക്കം. ജെന്റ്ലി, മൃദുവായി. പാറ്റഡ്, തലോടി. റബ്ബിംഗ്, തിരുമുക. ലവ്ലി, മനോഹരം. ഡീപ് ബ്രീത്ത്, ദീർഘശ്വാസം. റഷ്ഡ്, പാഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തുകൊണ്ടാണ് കൂട്ടുകാരെ സാഷ കിച്ചണിലേക്ക് പോയത്? പറയൂ. ബിക്കോസ് സാഷ സ്മെൽഡ് എ ലവ്ലി സ്മെൽ കമ്മിങ് ഫ്രം ദ കിച്ചൺ. കാരണം എന്താണ്? സാഷയ്ക്ക് അടുക്കളയിൽ നിന്ന് മനോഹരമായൊരു മണം വന്നു അല്ലേ. വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? കൂട്ടുകാരെ, അവൾ അവിടെ എന്താണ് കണ്ടത്? എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷയുടെ പ്രിയപ്പെട്ട ലഘുഭക്ഷണം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛൻ അടുക്കളയിൽ തിരക്കിലായിരുന്നു. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹീ സെഡ്. അച്ഛൻ എന്താണ് സാഷയോട് പറഞ്ഞത്? സാഷ, നിന്റെ പ്രിയപ്പെട്ട ലഘുഭക്ഷണം തയ്യാറാണ്. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. സാഷ അമ്മയോട് എന്താണ് പറഞ്ഞത്? ഇതിൽ നിന്ന് കുറച്ച് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. മദർ അപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത്? തീർച്ചയായും, വേഗം പോയി റെഡിയായി വരൂ. ഷീ വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ.
സാഷ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി. സാഷ, ആറൻ യു റെഡി യെറ്റ്? സാഷ, നീ റെഡിയായില്ലേ? ഇറ്റ് വാസ് നവീൻ, ഹർ ഫ്രണ്ട്. ആരാണ് ചോദിച്ചത്? സാഷയുടെ കൂട്ടുകാരൻ നവീൻ ആയിരുന്നു അത്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവൻ ഗേറ്റിൽ കാത്തു നിൽക്കുകയായിരുന്നു. ജസ്റ്റ് 5 minutes, സാഷ ഹറിയിഡ് അപ്പ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് സാഷ വേഗത്തിൽ റെഡിയായി. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ? ഫേവറേറ്റ്, പ്രിയപ്പെട്ട. സ്നാക്ക്, ലഘുഭക്ഷണം. ഹറീഡ് അപ്പ്, വേഗം കൂട്ടി. The surprise. Sasha and Naveen reached school just before the bell rang. സാഷയും നവീനും ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്കൂളിലെത്തി. ഇറ്റ് സ്മെൽ നൈസ്. വാട്ട്സ് യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. എന്താണ് നവീൻ ചോദിച്ചത്? നല്ല മണം. എന്താണ് നിന്റെ ബാഗിൽ? ഇറ്റ് ഈസ് എ സർപ്രൈസ്. വെയിറ്റ് ഫോർ എ വൈൽ. ഇതെന്താണ്? ഒരു സർപ്രൈസ് ആണ്. കുറച്ചു നേരം കാത്തിരിക്കൂ. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺ ഇറ്റ്. സാഷ ടിഫിൻ ബോക്സ് എടുത്ത് ഓപ്പൺ ചെയ്തു. വൗ, ഉണ്ണിയപ്പം! നവീൻ എക്സ്ക്ലൈംഡ്. നവീൻ എന്താണ് പറഞ്ഞത്? ഉണ്ണിയപ്പം എന്ന് ആക്രോശിച്ചു. ആക്രോശിച്ചു എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു. ആൾ ദ ചിൽഡ്രൻസ് റഷ്ഡ് ടുവേഴ്സ് സാഷ. എല്ലാ കുട്ടികളും നവീൻ പറയുന്നത് കേട്ട് സാഷയുടെ അടുത്തേക്ക് ഓടി. വെയിറ്റ്, ഡോണ്ട് റഷ്. നിൽക്കൂ, തിരക്ക് കൂട്ടരുത്. There is enough for everyone, നവീൻ said. നവീൻ എന്താണ് പറഞ്ഞത്? എല്ലാവർക്കും ഉണ്ട്, തിരക്ക് കൂട്ടരുത്. At that moment, someone appeared at the window. ആ സമയം ജനാലയിൽ ആരോ പ്രത്യക്ഷപ്പെട്ടു. Hey, who is that? സാഷ asked. അപ്പോൾ സാഷ എന്താണ് ചോദിച്ചത്? ഏയ്, ആരാ അത്? ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ? റീച്ച്ഡ്, എത്തി. സർപ്രൈസ്, അത്ഭുതം. എക്സ്ക്ലൈംഡ്, ആക്രോശിച്ചു. റഷ്ഡ്, പാഞ്ഞു. ടുവേഴ്സ്, നേരെ. അപ്പിയർഡ്, പ്രത്യക്ഷപ്പെട്ടു. സാഷ സാ സംബഡി അറ്റ് ദ വിൻഡോ. ഹു കുഡ് ദാറ്റ് ബി? കൂട്ടുകാരെ, സാഷ ജനലിൽ ആരെയോ കണ്ടു. അത് ആരായിരിക്കും? നമുക്ക് നോക്കിയാലോ? എ ഗേൾ അറ്റ് ദ വിൻഡോ. ജനാലയിൽ ഒരു പെൺകുട്ടി. അപ്പോൾ ജനാലയിൽ ആരായിരുന്നു കൂട്ടുകാരെ വന്നു നിന്നത്? ഒരു പെൺകുട്ടിയായിരുന്നു അല്ലേ? നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സാ എ ഗേൾ. നവീൻ ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ ഹാവ് സീൻ ഹർ സംവെയർ, ഹി സെഡ്. അവൻ എന്താണ് പറഞ്ഞത്? ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ പെൺകുട്ടി കൗതുകത്തോടെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അവളുടെ അലങ്കോലമായ മുടി കാറ്റിൽ ആടിക്കൊണ്ടിരുന്നു. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവൾ വളരെ ക്ഷീണിതയായി കാണപ്പെട്ടു. സാഷ വെന്റ് ടു ദ വിൻഡോ. സാഷ ജനലിലേക്ക് പോയി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ അവൾക്ക് ഒരു ഉണ്ണിയപ്പം നൽകി. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. എന്നാൽ ആ പെൺകുട്ടി അത് വാങ്ങിക്കാതെ അവിടെ നിന്ന് ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷ അവളെ തന്നെ നോക്കി നിന്നു. ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. എന്നാൽ ആ പെൺകുട്ടി കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞു. വേർ ഡസ് ഷീ ലീവ്? സാഷ ആസ്ക്ഡ് നവീൻ, ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അവൾ എവിടെയാണ് താമസിക്കുന്നത്? സാഷ നവീനോട് ചോദിച്ചു. എന്നാൽ നവീൻ എന്ത് ചെയ്യുകയായിരുന്നു? ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ട് ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു. ഐ ഡോണ്ട് നോ, ഹി സെഡ്. അവൻ എന്തു പറഞ്ഞു? എനിക്കറിയില്ല. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സാഷ സെഡ്. പാവം പെൺകുട്ടി, അവളുടെ വസ്ത്രങ്ങൾ കീറിയിരിക്കുന്നു, സാഷ പറഞ്ഞു. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ? ക്യൂരിയസ്ലി, കൗതുകകരമായി. മെസ്സി ഹെയർ, അലങ്കോലമായ മുടി. സ്വിങ്ങിങ്, ആടുന്നു. വിൻഡ്, കാറ്റ്. ടയേർഡ്, ക്ഷീണിതൻ. ഓഫേർഡ്, വാഗ്ദാനം ചെയ്തു. റാനവേ, ഓടിപ്പോയി. ഡിസപ്പിയർഡ്, അപ്രത്യക്ഷമായി. ബിഹൈൻഡ്, പിന്നിൽ. ടോൺ, കീറിയ. വൈ ഡിഡിൻ ദ ഗേൾ അക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി സാഷയുടെ കയ്യിൽ നിന്നും ഉണ്ണിയപ്പം സ്വീകരിക്കാതിരുന്നത്? എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ദ ഗേൾ കംസ് അഗെയിൻ. പെൺകുട്ടി വീണ്ടും വരുന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. നല്ല സുഹൃത്തുക്കൾക്ക് ദുഃഖത്തെ പുഞ്ചിരിയാക്കി മാറ്റാൻ കഴിയും. മിസ് അനുപമ, their teacher, was singing a song in the class.
മിസ് അനുപമ ക്ലാസ്സിൽ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സഡൻലി സാഷ സാ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. പെട്ടെന്ന് സാഷ ആ പെൺകുട്ടിയെ വീണ്ടും വാതിൽക്കൽ കണ്ടു. പുവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ, സാഷ മർമേഡ്. അപ്പോൾ സാഷ എന്താണ് അവളെ കണ്ടുകൊണ്ട് പിറുപിറുത്തത്? പാവം പെൺകുട്ടി, അവൾക്ക് അകത്തേക്ക് വരണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് സാഷ അവിടെ ഇരുന്ന് പിറുപിറുത്തു. ലിസൺ, സെഡ് ദ ടീച്ചർ. ശ്രദ്ധിക്കൂ, ടീച്ചർ പറഞ്ഞു. ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. ടീച്ചറിൻ്റെ സൗണ്ട് കേട്ടതും പെൺകുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. എഗെയിൻ, വീണ്ടും. സിംഗിങ്, പാടുന്നു. സഡൻലി, പെട്ടെന്ന്. മർമേഡ്, പിറുപിറുത്തു. താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കൂ. വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? അവൾ വീണ്ടും വന്നത് എന്തുകൊണ്ടായിരിക്കും കൂട്ടുകാരെ? പറയൂ, എന്തായിരിക്കാം കാരണം? ദ ഗേൾ വാണ്ട്സ് ടു സ്റ്റഡി ലൈക്ക് അതർ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ. സ്കൂളിലെ മറ്റു കുട്ടികളെ പോലെ പഠിക്കാൻ ആ പെൺകുട്ടിയും ആഗ്രഹിക്കുന്നു, അല്ലേ? എ ലല്ലബൈ. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വെയർ വാക്കിംഗ് ഹോം. സ്കൂൾ വിട്ട് സാഷയും നവീനും വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഓൺ ദ വേ ദേ ഹേർഡ് സമ്മൺ സിംഗിങ് എ സോങ്. പോകുന്ന വഴി അവർ ആരോ പാട്ട് പാടുന്നത് കേട്ടു. എന്തായിരുന്നു ആ പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. എന്താണ് പറയുന്നത്? ഏറ്റവും നല്ല സുഹൃത്തുക്കൾ തങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി കൈത്താങ്ങായി മാറും. നവീൻ, ഡു യു ഹിയർ ദ സോങ്? സാഷ ആസ്ക്ഡ്. നവീൻ, നീ ആ പാട്ട് കേൾക്കുന്നുണ്ടോ? സാഷ ചോദിച്ചു. ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ. നവീൻ റിപ്ലൈഡ്. നവീൻ എന്താണ് പറഞ്ഞത്? ഇന്ന് നമുക്ക് ടീച്ചർ പഠിപ്പിച്ചു തന്ന പാട്ടാണ്. ബട്ട് ഹൂ സിംഗിങ്? ആരാണ് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വാ, നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ഹേർഡ്, കേട്ടു. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ടോട്ട്, പഠിപ്പിച്ചു. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ കൂട്ടുകാരെ. ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? ആരായിരിക്കാം ആ പാട്ട് പാടിയത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? പറയൂ, ആരായിരിക്കാം? ഐ തിങ്ക് ഇറ്റ് ഈസ് ദാറ്റ് ഗേൾ. എനിക്ക് തോന്നുന്നത് അത് ആ പെൺകുട്ടിയാണെന്നാണ്. ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. എ പ്ലസന്റ് സർപ്രൈസ്. ഒരു സുഖകരമായ സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സാഷയും നവീനും ഒരു മരത്തിന് സമീപം പെൺകുട്ടിയെ കണ്ടു. ഷീ വാസ് ക്രാളിംഗ് ഹർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അവൾ എന്ത് ചെയ്യുകയായിരുന്നു? അവളുടെ ചെറിയ സഹോദരനെ പാട്ട് പാടിക്കൊണ്ട് തൊട്ടിലാട്ടുകയായിരുന്നു. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്? നവീൻ വിസ്പേർഡ് ടു സാഷ. നവീൻ സാഷയോട് എന്താണ് പറഞ്ഞത്? എത്ര പെട്ടെന്നാണ് അവൾ പാട്ട് പഠിച്ചത്. ദ ഗേൾ സാ ദം ആൻഡ് സ്മൈൽഡ്. പെൺകുട്ടി അവരെ കണ്ട് ചിരിച്ചു. ഷീ ട്രൈഡ് ടു കോം ഹർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അവൾ അവളുടെ വിരലുകൾ കൊണ്ട് വരണ്ട മുടി ചീകാൻ ശ്രമിച്ചു. യു സിംഗ് ബ്യൂട്ടിഫുള്ളി. നവീൻ അപ്രീഷിയേറ്റഡ് ഹർ. നീ നന്നായി പാടി. നവീൻ അവളെ അഭിനന്ദിച്ചു. സാഷ വാണ്ടഡ് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സാഷ അവൾക്ക് ഒരു സമ്മാനം നൽകാൻ ആഗ്രഹിച്ചു. നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. പ്ലസന്റ്, സുഖകരമായ. ക്രാൺലി, തൊട്ടിലാട്ടുക. ക്വിക്ലി, വേഗത്തിൽ. വിസ്പേർഡ്, മന്ത്രിച്ചു. അപ്രിഷിയേറ്റഡ്, അഭിനന്ദിച്ചു. വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്? കൂട്ടുകാരെ, സാഷ അവൾക്കൊരു സമ്മാനം നൽകാൻ ആഗ്രഹിച്ചു അല്ലേ? എന്തായിരിക്കും സാഷയുടെ സമ്മാനം? എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഗിഫ്റ്റ്, സമ്മാനം. സാഷ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ തൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു പുസ്തകമെടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതെന്തായിരുന്നു കൂട്ടുകാരെ? അതൊരു ചിത്രകഥാ പുസ്തകമായിരുന്നു. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇതാ നിനക്കുള്ള സമ്മാനം. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹർ. സാഷ അവളുടെ കയ്യിൽ ആ പുസ്തകം നൽകി. ദ ഗേൾ വിപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹർ സ്കർട്ട്. അവൾ എന്ത് ചെയ്തു? ബുക്ക് വാങ്ങുന്നതിന് മുന്നേ ആയി തൻ്റെ കൈകൾ പാവാടയിൽ തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. ചിരിച്ചുകൊണ്ട് പുസ്തകം വാങ്ങി. കവിത, ഹു ഈസ് ദയർ? ഹെർ മദർ കാൾഡ് ഔട്ട്.
കവിത, ആരാണവിടെ? അവളുടെ അമ്മ വിളിച്ചു ചോദിച്ചു. ലെറ്റ്സ് ഗോ, നവീൻ ഹറീഡ്, ഹിയറിംഗ് ദ വോയിസ്. അമ്മയുടെ സൗണ്ട് കേട്ടതും വാ നമുക്ക് പോവാം, നവീൻ തിടുക്കം കൂട്ടി. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. നമുക്ക് കവിതയെക്കുറിച്ച് അനു ടീച്ചറോട് പറയണം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹർ, സാഷ സജസ്റ്റഡ്. എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് അവളെ സഹായിക്കാൻ കഴിയും, സാഷ നിർദ്ദേശിച്ചു. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. വിപ്പ്, തുടയ്ക്കുക. റിസീവ്, സ്വീകരിക്കുക. ഹറീഡ്, തിടുക്കത്തിൽ. സജസ്റ്റ്, നിർദ്ദേശിച്ചു. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? അനു ടീച്ചർക്ക് കവിതയെ സഹായിക്കാൻ കഴിയുമോ കൂട്ടുകാരെ? എങ്ങനെ? നമുക്ക് നോക്കിയാലോ. ദ സ്മൈൽ, ചിരി. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ സുഹൃത്തുണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹർ. അവൾ വളരെ ദൂരെ നിന്നാണ് വരുന്നത്. ഞാൻ അവളെ സ്വാഗതം ചെയ്യാം. The headmaster introduced കവിത in the school assembly. സ്കൂൾ അസംബ്ലിയിൽ ഹെഡ്മാസ്റ്റർ കവിതയെ പരിചയപ്പെടുത്തി. She came forward dressed in the school uniform. സ്കൂൾ യൂണിഫോം ധരിച്ച അവൾ മുന്നോട്ട് വന്നു. She smiled warmly at everyone. അവൾ എല്ലാവരെയും നോക്കി ഊഷ്മളമായി പുഞ്ചിരിച്ചു. The headmaster invited കവിതാ's parents to the stage. പിന്നെ ഹെഡ്മാസ്റ്റർ കവിതയുടെ പാരൻസിനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. All the children clapped. എല്ലാ കുട്ടികളും കൈയടിച്ചു. I congratulate സാഷ ആൻഡ് നവീൻ. പിന്നെ ഹെഡ്മാസ്റ്റർ എന്താണ് പറഞ്ഞത്? ഞാൻ സാഷയെയും നവീനെയും അഭിനന്ദിക്കുന്നു. They helped കവിത to join us. എന്തിനാണ് ഹെഡ്മാസ്റ്റർ സാഷയെയും കവിതയെയും അഭിനന്ദിച്ചത്? അവരാണ് കവിതയെ നമ്മോടൊപ്പം ചേരാൻ സഹായിച്ചത്. സാഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡേയ്സ്. സാഷയും നവീനും ദയവായി വേദിയിലേക്ക് വരൂ. The headmaster encouraged clapping hands. ഹെഡ്മാസ്റ്റർ കൈകൊട്ടി അവരെ പ്രോത്സാഹിപ്പിച്ചു. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ഇൻട്രൊഡ്യൂസ്ഡ്, പരിചയപ്പെടുത്തി. വാംലി, ഊഷ്മളമായി. ഇൻവൈറ്റ്, ക്ഷണിക്കുക. കൺഗ്രാജുലേറ്റ്, അഭിനന്ദിക്കുക. ഡേയ്സ്, വേദി. എൻകറേജ്ഡ്, പ്രോത്സാഹിപ്പിച്ചു. ക്ലാപ്പിംഗ്, കൈയടിക്കൽ. Why did the headmaster invite Sasha and Naveen to the days? കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് ഹെഡ്മാസ്റ്റർ സാഷയെയും നവീനെയും വേദിയിലേക്ക് ക്ഷണിച്ചത്? എന്തായിരിക്കാൻ കാരണം? They helped കവിത to join school. കവിതയെ സ്കൂളിലേക്ക് ചേരാൻ സഹായിച്ചത് ആരാണ് കൂട്ടുകാരെ? സാഷയും നവീനുമാണ്. അതുകൊണ്ടാണ് ഹെഡ്മാസ്റ്റർ അവരെ വേദിയിലേക്ക് ക്ഷണിച്ചത്. Tears of joy, സന്തോഷക്കണ്ണീർ. സാഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേഴ്സ് ദ സ്റ്റേജ്. സാഷയും നവീനും സ്റ്റേജിലേക്ക് നീങ്ങി. ദ ഹെഡ്മാസ്റ്റർ ഷൂക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ്മാസ്റ്റർ അവർക്ക് കൈ കൊടുത്തു. ആൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. എല്ലാ കുട്ടികളും വീണ്ടും അവരെ അഭിനന്ദിച്ചു. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. കവിത സാഷയും നവീനെയും നോക്കി. ഹെർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണുകൾ കൃതജ്ഞതയാൽ തിളങ്ങി. അനു ടീച്ചർ സോങ് വാസ് എക്കോയിങ് ഇൻ എവരി മൈൻഡ്. അനു ടീച്ചറുടെ പാട്ട് എല്ലാ മനസ്സിലും അലയടിച്ചുകൊണ്ടിരുന്നു. എന്തായിരുന്നു ആ പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്, ഗീവ് ആൾ ദ ലവ് എ ഹേർട്ട് ക്യാൻ ഹോൾഡ്. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. അവരുടെ ഹൃദയത്തിലെ സ്നേഹം അവർ എല്ലാവർക്കും നൽകും. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ മുന്നോട്ട് വന്ന് കവിതയെ കെട്ടിപ്പിടിച്ചു. The girl smiled. അവൾ പുഞ്ചിരിച്ചു. A tiny drop of tear glittered in the corner of her eyes. ചെറിയ ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കൺകോണിലൂടെ ഒഴുകി. ഇനി നമുക്ക് ഈ പേജിലെ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ടുവേഴ്സ്, നേരെ. ഷൂക്ക്, കുലുങ്ങി. അപ്ലോഡഡ്, കൈയടിച്ചു. ബ്രൈറ്റൻ, തിളക്കമുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. എക്കോ, പ്രതിധ്വനി. ഹഗ്ഡ്, കെട്ടിപ്പിടിച്ചു. വർത്ത്, മൂല്യം. ഗ്ലിറ്റർ, തിളക്കം. ടിയേഴ്സ്, കണ്ണുനീർ. ടൈനി, ചെറുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് കവിത സ്മൈൽ? എന്തുകൊണ്ടാണ് കവിത പുഞ്ചിരിച്ചത്? എന്തായിരിക്കും കാരണം? ഷീ ലാഹ്ഡ് വിത്ത് ജോയ് ആസ് ദ ടീച്ചർ ഹഗ്ഡ് ഹർ. എന്തായിരിക്കും കാരണം കൂട്ടുകാരെ?
ടീച്ചർ കെട്ടിപ്പിടിച്ച സന്തോഷത്താലാണ് അവൾ പുഞ്ചിരിച്ചത്. പാഠം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.